കുഞ്ഞുങ്ങളെ, ഇന്ന് നമുക്ക് ധ്രുവചരിതം, ധ്രുവൻ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ധ്രുവനെക്കുറിച്ച്, ഭാഗവതത്തിലെ ധ്രുവനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു കഥാപാത്രമാണ്, കൊച്ചുകുട്ടിയാണ് ധ്രുവൻ. ഇത് ഞാൻ പറഞ്ഞു മുന്നേ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു, ഇത് ഭാഗവതമാണ്. ഇത് ആർക്കാണ് ഇതൊക്കെ വിവരിച്ചു കൊടുക്കണമെന്ന് ഓർമ്മയുണ്ടോ? പരീക്ഷിത്ത് മഹാരാജാവിനെ വേദവ്യാസ പുത്രനായ ശ്രീശുകൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ അത് മനസ്സിൽ വെച്ചോളൂ. അതിൽ ഓരോരോ കഥകളാണ്. കൂടുതലും ഞാൻ വളരെ തുടർച്ചയായിട്ട് തന്നെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുത്താതെ തന്നെ പറയാൻ ശ്രമിക്കാം. പക്ഷേ ഇടയിൽ ചിലതൊക്കെ വിട്ടുകളയേണ്ടതായിട്ടും ചിലത് മുന്നേ പറയേണ്ടതായിട്ടൊക്കെ വരും. എന്നാലും നമ്മൾക്ക് ഇന്ന് ധ്രുവചരിതം കേൾക്കാം. ഇപ്പം സ്വയംഭൂവ മനുവിൻ്റെ പുത്രികളായ ആകൂതി, ദേവഹൂതി, പ്രസൂതി എന്നിവരെയൊക്കെ സംബന്ധിക്കുന്ന കഥകളാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് നേരത്തെയൊക്കെ. ഇനി അദ്ദേഹത്തിൻ്റെ പുത്രന്മാരുടെ കഥകൾ കൂടി നമുക്ക് കേൾക്കാം. അപ്പോൾ സ്വയംഭൂവ മനു, അദ്ദേഹത്തിൻ്റെ പുത്രന്മാരാണ് പ്രിയവ്രതൻ, ഉത്താനപാദൻ, അങ്ങനെ 2 പുത്രന്മാർ. അപ്പോൾ പ്രിയവ്രതൻ രാജഭരണ വിഷയങ്ങൾ താല്പര്യം തീരെ കാണിച്ചിരുന്നില്ല. അതുകൊണ്ട് ഇഷ്ടമുള്ള ആൾക്ക്, അതായത് അനുജനായ ഉത്താനപാദനാണ് ഈ രാജഭരണം ഏൽപ്പിച്ചത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലേ? അപ്പോൾ ഇഷ്ടമില്ലാത്ത ആളെ അതിനൊന്നും നിർബന്ധിക്കാതെ അതിന് താല്പര്യമുള്ള ഉത്താനപാദനെ രാജ്യഭാരം ഏൽപ്പിച്ചു. അതിയോഗ്യനും ധർമ്മിഷ്ഠനും സത്യപരിപാലന നിരതനുമായിരുന്നു അദ്ദേഹം. എന്ന് വെച്ചാൽ എന്താണ്? വളരെ നന്നായിട്ട് രാജ്യം ഭരിച്ചിരുന്നു അദ്ദേഹം. സുനീതി, സുരുചി, അങ്ങനെ 2 പേരാണ് അദ്ദേഹം ധർമ്മപത്നികളായിട്ട്, ഭാര്യമാരായിട്ട് സ്വീകരിച്ചത്. പതിവ്രതയും സൽഗുണവതിയും കരുണാശീലയുമായിരുന്നു സുനീതി. പക്ഷേ അതിരറ്റ ഭംഗി, രൂപലാവണ്യവതിയായിരുന്നു ആരെയും? രണ്ടാമത് പറഞ്ഞ സുരുചി. അതുകൊണ്ട് തന്നെ ഗർവിഷ്ഠയുമായിരുന്നു, അസൂയക്കാരിയുമായിരുന്നു. ആരാണ്? സുരുചി. അവളുടെ അതിരറ്റ രൂപസൗന്ദര്യത്തിലെ മതിമയങ്ങി രാജാവ് അവളിൽ കൂടുതൽ ഭ്രമവും സ്നേഹവും ഉള്ളവനായി തീർന്നു. സദാസമയവും സുരുചിയുടെ സഹവാസം ഉത്താനപാദൻ ഇഷ്ടപ്പെട്ടു. അവളുടെ അന്തപുര മണിയറയിലെ രാപ്പകൽ കഴിഞ്ഞുകൂടുവാൻ ഇഷ്ടപ്പെടുന്ന ആളായി മാറി. ആരാ? രാജാവായിട്ടുള്ള ഉത്താനപാദൻ. കാലക്രമത്തിൽ സുനീതിയിലും സുരുചിയിലും ഓരോ കുട്ടികൾ അദ്ദേഹത്തിന് ജനിച്ചു. സുനീതി പുത്രനെ ധ്രുവൻ എന്ന് പേരിട്ടു. സുരുചി ആണെങ്കിലോ ഉത്തമൻ എന്നായിരുന്നു പേരിട്ടത്. ഭർത്താവ് തന്നോട് തെല്ലും ദയവില്ലാതെ പെരുമാറിക്കൊണ്ടിരുന്നതിനാൽ സുനീതി സദാ ദുഃഖിതയായിരുന്നു. സുനീതി വിഷ്ണു ഭഗവാനെ തന്നെ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിച്ചു. സുരുചിയോടുണ്ടായിരുന്ന അന്ധമായ പ്രേമാധിക്യം മൂലം ഭയങ്കര സ്നേഹമായിരുന്നു, അന്ധമായി സ്നേഹിക്കുകയായിരുന്നു ഈ രാജാവ് സുരുചിയെ. അതുകൊണ്ട് അവളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ധ്രുവനേക്കാൾ കൂടുതലായി ഉത്തമനെ ഉർവീപതി സ്നേഹിച്ചു, ലാളിച്ചു. അങ്ങനെ ചെയ്യാൻ പാടുമോ? 2 മക്കളുണ്ടെങ്കിൽ 2 പേരെ ഒരുപോലെ നോക്കണ്ടേ? പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? സുരുചിയോടുള്ള സ്നേഹം, അന്ധമായ സ്നേഹം കാരണം ധ്രുവനേക്കാൾ കൂടുതൽ സുരുചിയുടെ പുത്രനായ ഉത്തമനെ രാജാവ് ലാളിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു വന്നു. വാസ്തവം ആലോചിച്ച പ്രായം കൊണ്ട് ഇളയവനായിരുന്നു ധ്രുവൻ. അപ്പോൾ ഇളയ കുട്ടികളോടാണ് നമ്മൾ കുറച്ചും കൂടി വാത്സല്യം ചില സമയങ്ങളിൽ കാണിക്കേണ്ടത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചായിരുന്നു രാജാവ് കാണിച്ചുകൊണ്ടിരുന്നത്. ധ്രുവന് അന്ന് കഷ്ടിച്ച് 5 വയസ്സ് പ്രായം. കളിച്ച് നടക്കുന്നതിനിടയിൽ ഒരു ദിവസം അച്ഛനെ കാണാനുള്ള ആഗ്രഹത്തോടെ, ഇച്ഛയോടെ അവൻ രാജാങ്കണത്തിലേക്ക് ഓടിച്ചെന്നു. അവിടെ രത്നപീഠത്തിൽ ഉത്തമനെയും മടിയിലിരുത്തി ലാളിച്ചുകൊണ്ട് ആരിയ്ക്കുകയായിരുന്നു? ഉത്താനപാദൻ. അതായത് ധ്രുവൻ്റെയും കൂടി അച്ഛൻ ആയിട്ടുള്ള ഉത്താനപാദൻ അവിടെ
ഇരിക്കുകയായിരുന്നു. സമീപത്ത് മന്ദഹാസാഞ്ചിത വദനയായിട്ട്, അതായത് ചിരിച്ചുകൊണ്ട് സുരുചിയും നിൽപ്പുണ്ട്. എനിക്കും പിതാവിൻ്റെ മടിയിൽ ഇരിക്കണം എന്ന് വിചാരിച്ച് ആരാ വന്നത്? ധ്രുവൻ ആ അച്ഛൻ്റെ മടിയിൽ ഇരുന്ന് ആനന്ദിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി കുഞ്ഞല്ലേ ബാലനായ ധ്രുവൻ അപ്പോൾ തന്നെ അതിനു വേണ്ടി അച്ഛൻ്റെ മടിയിൽ ചാടിക്കയറിയിരുന്നു. സുരുചിയെ ഭയന്ന് രാജാവ് അത് കണ്ട ഭാവം പോലും നടിച്ചില്ല. കുഞ്ഞു മനസ്സിൽ കളങ്കയില്ലല്ലോ. ധ്രുവൻ പിതാവിൻ്റെ മടിയിൽ കയറിയിരിക്കുവാനായി മുമ്പോട്ടടുത്ത് അച്ഛൻ്റെ തുടയിൽ ചെന്ന് വീണ്ടും വീണ്ടും പിടിച്ചു. അത് കണ്ടപ്പോൾ സുരുചിയുടെ മുഖം സൂര്യകാന്തി പൂ പോലെ ചുവന്നു. രോഷാകുലയായി അവൾ ചാടി മുമ്പോട്ട് വന്നു. ധ്രുവൻ്റെ പിഞ്ചു കയ്യെ ബലമായി പിടിച്ച് വലിച്ച് പുറകോട്ട് തള്ളി മാറ്റി. എന്നിട്ട് കോപത്തോടെ ദേഷ്യത്തോടെ ശാസനാരൂപത്തിൽ ആക്രോശിച്ചു. എന്താ പറഞ്ഞത്? സുരുചി എന്താ ധ്രുവനോട് പറഞ്ഞതെന്നറിയോ? എടാ ധിക്കാരിയായി ചെറുക്ക, നീ എന്താണ് കാണിക്കാൻ തുടങ്ങുന്നത്? കണ്ട പിള്ളേർക്ക് വന്നു കയറി കളിച്ച് തുള്ളാനുള്ള സ്ഥലമല്ല രാജാവിൻ്റെ മടിത്തട്ട്, അറിയാമോ? വേണ്ടാധീനം കാണിച്ചാലുണ്ടല്ലോ, കുട്ടിയാണെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. പുറം അടിച്ച് പൊളിക്കും, തൂക്കിയെടുത്ത് ഞാൻ പുറത്തേക്കെറിയും. അമ്പോ, ഒരു പുന്നാര മകൻ വന്നിരിക്കുന്നു. ഈ മഹാരാജാവ് എൻ്റെ മകൻ ഉത്തമൻ്റെ അച്ഛനാണ്. അവനിരുന്ന് കളിക്കാനും രസിക്കാനും ഉള്ളതാണ് രാജാവിൻ്റെ മടിത്തട്ട്. അവനെ ലാളിക്കുന്നത് കണ്ട് നിനക്ക് കുശുമ്പ് തോന്നുന്നുണ്ടെങ്കിൽ പോയി നിൻ്റെ അമ്മയുടെ മടിയിൽ ചെന്ന്, അമ്മയുടെ മുമ്പിൽ ചെന്ന് അത് കാണിക്ക്. എൻ്റെ മകനെ പോലെ നിനക്കും ഈ രാജാവിൻ്റെ മടിയിൽ കയറിയിരുന്ന് ആനന്ദിക്കുവാൻ മോഹമുണ്ടെങ്കിലേ എൻ്റെ ഉദരത്തിൽ, എൻ്റെ വയറ്റിൽ വന്ന് നീ പിറക്കണമായിരുന്നു. എൻ്റെ മകനായി അതിനു വേണ്ടി നീ ശ്രീനാരായണനെ പോയി തപസ് ചെയ്ത് പുണ്യം സമ്പാദിക്കുക. അപ്പോൾ നിനക്ക് വീണ്ടും എൻ്റെ വയറ്റിൽ വന്ന് ചിലപ്പോൾ ജനിക്കാൻ പറ്റുമായിരിക്കും. അല്ലാതെ ഇവിടെ നിന്ന് ചിണുങ്ങുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇതൊക്കെ ആരാ പറയണേ? സുരുചി പറയാണ്, ആ കൊച്ചുകുട്ടിയോട് പറയാണ്, ധ്രുവനോട്. സുരുചിയുടെ ക്രൂര വാക്കുകൾ കേട്ട് ധ്രുവൻ്റെ ആ കുഞ്ഞ് കണ്ണിൽ നിന്ന്, ആ നിഷ്കളങ്കമായ കണ്ണിൽ നിന്ന് അശ്രുക്കൾ, കണ്ണുനീരിങ്ങനെ അരുവി പോലെ ഒഴുകി. അത് കണ്ട് പുച്ഛഭാവത്തിൽ അവൾ വീണ്ടും ഗർജിച്ചു. എടാ ചെറുക്ക, നീ വെറുതെ കരയണ്ട നീ. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? പോയി ശ്രീനാരായണനെ തപസ് ചെയ്ത് എൻ്റെ മകനായി പിറക്കാൻ നോക്ക്. പോയിക്കൊള്ളൂ, ഇനി ഇവിടെ നിൽക്കേണ്ട. പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എൻ്റെ കൈകൊണ്ട് നീ വെറുതെ തല്ലുമേടിക്കും. അങ്ങനെ ശ്രീനാരായണനെ തപസ് ചെയ്യാൻ അവൾ പറഞ്ഞത് വെറും പുച്ഛഭാവത്തിലാണ്. നടക്കാത്ത കാര്യമാണല്ലോ. സുരുചി ഒരു നടക്കാത്ത, സംഭവ്യമല്ലാത്തൊരു കാര്യമാണ് ആ കുഞ്ഞിനോട് പറഞ്ഞത്. ഒരു ആക്ഷേപിക്കൽ മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. ഈ ഭാര്യയുടെ, ഈ സുരുചിയുടെ ഇത്രയും കഠോരമായിട്ടുള്ള വാക്കുകൾ കേട്ടിട്ടും ഉത്താനപാദന് ഒന്നും തോന്നിയില്ല, ഒന്നും മിണ്ടിയില്ല. ഭാര്യയ്ക്ക് അടിമയായിരുന്നു ആ ഭർത്താവ്. അപ്പോൾ അങ്ങനെയുള്ള അടിമകൾ വെറും മരപ്പാവയല്ലേ, അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നാനും പോണില്ല. പക്ഷേ ഈ കുഞ്ഞ് സങ്കടത്തോടെ വിതുമ്പി കരഞ്ഞുകൊണ്ട് മാതാവിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു. അച്ഛനെ കാണാൻ പോയ മകൻ ഈ വിധം കരഞ്ഞുകൊണ്ട് വരാൻ കാരണം എന്താണെന്ന് ആ അമ്മാരാ സുനീതി ആലോചിച്ചു. അവൾ വാത്സല്യപൂർവ്വം മകനെ തലോടി കണ്ണുനീർ തുടച്ച് നെറുകയിൽ ഉമ്മ വെച്ചിട്ട് ചോദിച്ചു, എന്താ മോനെ, എന്തിനാ കരയുന്നത്? അച്ഛൻ നിന്നെ ശാസിച്ചോ? അതോ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉത്തമൻ നിന്നെ ഉപദ്രവിച്ചോ? ധ്രുവൻ കണ്ണുനീർ തുടച്ച് തൊണ്ടയിടറിക്കൊണ്ട് അച്ഛൻ്റെ സന്നിധിയിൽ വെച്ച് നടന്ന എല്ലാ കാര്യങ്ങളും അമ്മയെ പറഞ്ഞു കേൾപ്പിച്ചു. ശ്രീനാരായണനെ തപസ് ചെയ്ത് സുരുചി അമ്മയുടെ വയറ്റിൽ പിറന്നാൽ അച്ഛൻ്റെ മടിയിൽ ഇരിക്കാമെന്നാണ് അമ്മ പറഞ്ഞത്. അവർ എന്നെ കയ്യുമ്മേ പിടിച്ച് വലിച്ചു പുറത്തേക്ക് തള്ളി. ഞാൻ ഉത്താനപാദ മഹാരാജാവിൻ്റെ മകനല്ലേ അമ്മേ? അദ്ദേഹം എൻ്റെ അച്ഛനല്ലേ അമ്മേ? ഇങ്ങനെ ചോദിക്കുകയാണ് ധ്രുവൻ. ആരോടാ ചോദിച്ചത്? അമ്മയായ സുനീതിയോട്. അപ്പോൾ സുനീതി എന്താ പറഞ്ഞേ? അതേ മോനെ, എൻ്റെ പൊന്നു മോൻ അദ്ദേഹത്തിൻ്റെ പുത്രൻ തന്നെയാണ്. പക്ഷേ എന്തു ചെയ്യാം,
അദ്ദേഹം സുരുചിയുടെ വലയിൽ അകപ്പെട്ടതുകൊണ്ട് അവൾക്ക് ഇങ്ങനെയൊക്കെ പറയാനും ചെയ്യാനും ധൈര്യമുണ്ടായി. ഞാനിന്നൊരു ദാസി മാത്രമാണ് കുഞ്ഞെ. നിന്നെ സുരുചി ശകാരിച്ചപ്പോഴും കയ്യന്മേ പിടിച്ചു വലിച്ചപ്പോഴും അച്ഛനൊന്നും മിണ്ടിയില്ലേ? അപ്പോൾ ധ്രുവൻ പറഞ്ഞു, അച്ഛൻ അതൊന്നും അറിയാത്ത ഭാവത്തിൽ ഉത്തമനെയും കളിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അത് കേട്ട് വളരെ സങ്കടം തോന്നി സുനീതിക്ക്. അവർ പറഞ്ഞു, ഈ നിർഭാഗ്യവതിയുടെ വയറ്റിൽ പിറന്നത് കൊണ്ടാണല്ലോ മോനെ നിനക്ക് ഇന്ന് ഈ സങ്കടം അനുഭവിക്കാനിടയായത്. എല്ലാം ദൈവം അറിയട്ടെ. ഇപ്പം ധ്രുവൻ ചോദിക്കുകയാണ്, ആ ദൈവത്തെ അറിയിക്കുവാൻ ഞാൻ പോകുകയാണമ്മേ. ആ ദൈവം ശ്രീനാരായണനാണെന്ന് സുരുചി അമ്മ പറഞ്ഞു. അതനുസരിച്ച് അദ്ദേഹത്തെ തപസ് ചെയ്ത് വരം വാങ്ങി എൻ്റെ അച്ഛൻ്റെ മടിയിൽ ഉത്തമനെ പോലെ എനിക്കും ഇരിക്കണം. സുനീതി പറഞ്ഞു, അയ്യോ മോനെ, ശ്രീനാരായണനെ തപസ് ചെയ്യാൻ അവൾ പറഞ്ഞത് നിന്നെ കളിപ്പിക്കാൻ വേണ്ടിയല്ലേ? അതിനുള്ള പ്രായമായില്ല, മോൻ കൊച്ചു കുഞ്ഞല്ലേ. അപ്പോൾ ധ്രുവൻ പറഞ്ഞു, കളിപ്പിക്കാനാണെങ്കിലും അല്ലെങ്കിലും ഞാനത് കാര്യമായി തന്നെ കരുതുന്നു അമ്മേ. ഞാൻ ശ്രീനാരായണനെ തപസ് ചെയ്യാൻ പോവുകയാണ്. അമ്മ തടുക്കരുത്. വേണ്ട ആശീർവാദങ്ങൾ നൽകി എന്നെ യാത്രയാക്കൂ. ആ കൊച്ചു കുഞ്ഞ് പറയാണ്, അത്രയും ആഗ്രഹമാണ് അവൻ്റെ അച്ഛൻ്റെ മടിയിലിരിക്കാൻ. അപ്പോൾ സുനീതി പറയും, അയ്യോ മോനെ, നീ കേവലം കുഞ്ഞാണ്. 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞാണ്. ഈ കാട്ടിലാണെങ്കിലോ തപസ് ചെയ്യാൻ എല്ലാവരും സാധാരണ എവിടെ പോവുക? കാട്ടിലാണ് പോവുക. അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ കാട്ടിൽ പോയാലത്തെ അവസ്ഥ എന്താണെന്നറിയോ? അവിടെ തപസ് ചെയ്താൽ അവിടെ മുഴുവൻ ഹിംസ്ര ജന്തുക്കളാണ്. അതിനു പുറമെ തപസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് എൻ്റെ മോൻ വിചാരിച്ചിരിക്കുന്നത്? എൻ്റെ കുഞ്ഞിന് അതൊന്നും ചെയ്യാറായിട്ടില്ല. അപ്പോൾ ധ്രുവനുണ്ടോ അത് കേൾക്കണോ? ധ്രുവൻ വളരെ ഉറച്ച മനസ്സോടുകൂടി പറയും, എല്ലാം ആ ദൈവം എന്നെ പഠിപ്പിക്കൂ അമ്മേ. അമ്മ സമാധാനത്തോടെ ഇവിടെ ജീവിക്കൂ, ഞാൻ പോയി വരാം. അങ്ങനെ ധ്രുവൻ വൈരാഗ്യനിഷ്ഠയോടെ, എന്ന് വെച്ചാൽ എല്ലാം ഉപേക്ഷിച്ച് വളരെ ദൃഢ മനസ്സോടുകൂടി തപസ്സിന് തീരുമാനിച്ചു ഉറച്ചു. സുനീതി വേണ്ട അനുഗ്രഹങ്ങൾ നൽകി മകനെ യാത്രയാക്കി. അവൾ കരഞ്ഞില്ല. ലോക സംരക്ഷകനും കരുണാമയനുമായിട്ടുള്ള വിഷ്ണു ശ്രീഹരി അദ്ദേഹത്തിൻ്റെ പാവന പാണി പങ്കജത്തിൽ, അതായത് ഭഗവാനിൽ കുട്ടിയെ സമർപ്പിച്ചു. കാരണം മകന് അത്രയും ആഗ്രഹം ഉണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. എന്ത് പറഞ്ഞാലും അവനെ തടുക്കാൻ പറ്റില്ല എന്നും അമ്മയ്ക്ക് മനസ്സിലായി. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ എന്താ ചെയ്യുക? എല്ലാം ഭഗവാനിൽ അർപ്പിക്കണം. അതുപോലെ തന്നെ ആ അമ്മയും ചെയ്തു. എല്ലാം ശ്രീ വിഷ്ണു മഹാവിഷ്ണുവിൻ്റെ കാൽക്കൽ സമർപ്പിച്ചു. എന്നിട്ട് അവനെ ധ്രുവനെ തലയിൽ കൈ വെച്ച് അനുഗ്രഹിച്ച് യാത്ര അയച്ചു. ധ്രുവൻ തപസ്സിന് പോകുന്നു എന്ന് കേട്ടറിഞ്ഞ് സുരുചി തോഴികളും ഒരുമിച്ച് കൈകൊട്ടിച്ചിരിച്ചു. കാട്ടിൽ പോയി വല്ല വന്യമൃഗത്തിനും അവൻ ഇരയാവും, അല്ലാതെ എന്ത് സംഭവിക്കാനാ? അങ്ങനെ അവൻ്റെ കഥയും കഴിയും. ഇവിടെ അവൻ്റെ സൊല്ലയും തീരും. ഈ ചെറുക്കൻ്റെ ധിക്കാരത്തിൻ്റെ ഫലം അങ്ങനെ വരൂ. അവൾ പരിഹാസത്തോടു കൂടിയിട്ട് പറയാണ്. ആരെ? സുരുചി. ധ്രുവൻ നേരെ വടക്കോട്ടായിട്ട് യാത്ര തിരിച്ചു. ഒരു സംശയമില്ലാത്ത വളരെ ദൃഢ പ്രതിജ്ഞ എടുത്ത യാത്രയാണ് അവൻ്റെ. സർവ്വസമയവും ശ്രീനാരായണമൂർത്തിയായ വിഷ്ണു ഭഗവാനെ, അതായത് രൂപം എന്തെന്നറിയാതെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് അവൻ്റെ നടപ്പ്. 2 കൈകളും നെഞ്ചോട് ചേർത്ത് കൂപ്പി തൊഴുതുകൊണ്ട് അവങ്ങനെ നടന്നു. തപസ് എങ്ങനെ, ധ്യാനം എങ്ങനെ, അതൊന്നും അവൻ അറിഞ്ഞുകൂടാ. സർവവും ഈശ്വരമയമെന്ന് ചിന്തിച്ച് നാരായണനാമം ജപിച്ച് അവൻ നടന്നു. വിശപ്പും ദാഹവും അവൻ മറന്നു. ശ്രീനാരായണമൂർത്തിയെ അവന് കാണണം, അതുമാത്രം മതി. നടന്ന് രാത്രിയും പകലും തള്ളി നീക്കി ഘോരവനത്തിലേക്ക് അവൻ കടന്നു. പിന്നെയും യാത്ര തുടരുകയാണ്. ആ സമയം അവൻ്റെ പുറകിൽ കർണമധുരമായ ഒരു വീണാനാദം കേട്ടു. അതോടൊപ്പം മകനെ ധ്രുവ എന്നൊരു വിളിയും അവൻ കേട്ടു. അവൻ പിന്തിരിഞ്ഞു നോക്കി. ദിവ്യനായ ഒരു മഹർഷീശ്വരൻ കയ്യിലൊരു വീണയുമായി അവിടെ നിൽക്കുന്നു. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ അതാരാണെന്ന്?
ധ്രുവൻ ആ മുനിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ചോദിച്ചു, നിന്തിരുവടിയാണോ, അങ്ങാണോ ദൈവമായ ശ്രീനാരായണൻ? കുട്ടിക്ക് അറിയില്ലല്ലോ, അപ്പം അവൻ ചോദിക്കുകയാണ്, അങ്ങാണോ ശ്രീനാരായണൻ? ആ താപസവര്യൻ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവൻ്റെ പൊൻകപോലങ്ങളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, കവിളിലൊക്കെ നല്ല ഉമ്മയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, ഞാനല്ല ശ്രീനാരായണൻ. അദ്ദേഹത്തെ നീ എന്തിനാ അന്വേഷിക്കുന്നത്? ഒരു ചെറു ബാലകനല്ലേ നീയെ? നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ഈ കാട്ടിൽ കൂടി എവിടെയാ പോണത്? നീ ആരാ? ധ്രുവൻ കണ്ണുനീര് തൂകിക്കൊണ്ട് സർവ്വ വിവരങ്ങളും ആ മഹർഷിയെ ധരിപ്പിച്ചു. അപ്പം മഹർഷി എന്താ പറഞ്ഞത്? മോനെ, സുരുചി അച്ഛൻ്റെ മടിയിൽ നിന്നെ ഇരുത്തിയില്ലെങ്കിൽ എൻ്റെ മടിയിൽ ഞാൻ ഇരുത്താം. വരൂ മോനെ, ഞാൻ നാരദനാണ്. എന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ധ്രുവൻ, നാരദ മുനിയോ? അവിടുത്തെക്കുറിച്ച് അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആ മടിയിലിരിക്കാൻ ഞാൻ യോഗ്യനല്ല. എനിക്ക് എൻ്റെ അച്ഛൻ്റെ മടിയിലിരുന്നാൽ മതി. അത്രയേ ഉള്ളൂ എനിക്ക് ആഗ്രഹം. അപ്പം നാരദൻ പറഞ്ഞു, നീ ആരുടെ മടിയിലും ഇരിക്കാൻ മാത്രം പുണ്യവാനാണ് കുഞ്ഞെ. നീ ആരെ തേടി നടക്കുന്നുവോ ആ ഭഗവാൻ ശ്രീനാരായണമൂർത്തി പോലും നിന്നെ എടുത്ത മടിയിലിരുത്തി ലാളിക്കും. അത്രയും നല്ല കുഞ്ഞാണ് നീ. അപ്പോൾ ധ്രുവൻ ചോദിച്ചു, അദ്ദേഹം എവിടെയാണ്? അദ്ദേഹത്തെ കാണാൻ എനിക്ക് സാധിക്കുമോ? നാരദൻ എന്താ പറഞ്ഞത്? അദ്ദേഹം എവിടെയുമുണ്ട്, നിന്നിലുമുണ്ട്, എന്നിലുമുണ്ട്. ഈ ലോകം മുഴുവനും നിറഞ്ഞിരിക്കുന്ന മഹാവിഭുവാണ് അദ്ദേഹം. ഈ കാണുന്ന പച്ചില കാടുകളിലും മാമരങ്ങളിലും മേടുകളിലും നദികളിലും ആകാശങ്ങളിലും ആകാശത്തിലും ഭൂമിയിലും സർവചരാചരങ്ങളിലും വിവിധ രൂപത്തിൽ അദ്ദേഹം വിളയാടുന്നു. ഈ ലോകത്തിൽ നാരായണനല്ലാതെ മറ്റൊന്നുമില്ല. അപ്പം ധ്രുവൻ ചോദിക്കുകയാണ്, വളരെ നിഷ്കളങ്കമായിട്ട് ചോദിക്കുകയാണ്, അദ്ദേഹത്തെ തപസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ? നാരദൻ ധ്രുവകുമാരനെ തൻ്റെ മാറോടടുക്കി ആശ്ലേഷിച്ചു കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ ചെവികളിൽ നാരായണ മൂലമന്ത്രം ഉപദേശിച്ചു കൊടുത്തു. അപ്പോൾ ധ്രുവൻ പറഞ്ഞു, എൻ്റെ മുന്നിൽ അദ്ദേഹം വരുമോ? മഹാമുനെ, ഞാനൊരു കൊച്ചു ബാലനായതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന അദ്ദേഹം കേൾക്കുമോ മഹർഷീശ്വര? നാരദൻ പറയാണ്, ആരുടെ മുമ്പിലും അദ്ദേഹം വരും, ആരുടെ പ്രാർത്ഥനയും അദ്ദേഹം കേൾക്കും. ഭക്തന്മാർക്ക് അദ്ദേഹം ദാസനാണ്. എൻ്റെ കൺമണിയുടെ മുമ്പിലും അദ്ദേഹം വരും, വന്ന് വേണ്ട അനുഗ്രഹങ്ങളും തരും. ഒട്ടും സന്ദേഹപ്പെടണ്ട കേട്ടോ. അങ്ങനെ നാരദമുനി പിന്നെയും ധന്യനായ ആ ബാലനെ വളരെ ഓമനിച്ചുകൊണ്ട് മുനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് കണ്ണുനീര് വന്നു. ഇത്രയും നിഷ്കളങ്കനായൊരു കുഞ്ഞിനെ കാണാൻ പറ്റിയല്ലോ. അവൻ്റെ ഭക്തിയിലും ഒക്കെ അത്ഭുതം തോന്നി നാരദമുനിക്ക്. അനന്തരം അവനെയും കൂട്ടിക്കൊണ്ട് അടുത്തുള്ള മധുവനത്തിൽ പോയി തപസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം അദ്ദേഹം കാണിച്ചു കൊടുത്തു. തപസ് എങ്ങനെയാ ചെയ്യാന്നൊക്കെ പഠിപ്പിച്ചു. നാരദ മഹർഷിയെ ഗുരുവായിട്ട് അവൻ സ്വീകരിച്ചു. വണങ്ങി ധ്രുവൻ തപസ്സു ആരംഭിച്ചു. വളരെ കഠിന തപസ്സായിരുന്നു. അവനിരിക്കുന്നത് കണ്ട് ആനന്ദബാഷ്പം പൊഴിച്ചുകൊണ്ട് ലോകോപകാരിയായ, ലോകത്തിന് ഉപകാരം ചെയ്യുന്ന ആ മഹർഷി മുഖ്യൻ, അതായത് ആരാണ്? നാരദമുനി അവിടെ നിന്നും തിരോധാനം ചെയ്തു എന്ന് വെച്ചാൽ പോയി. അതികഠിനമായ തപസ് ചെയ്തുകൊണ്ട് ധ്രുവൻ അങ്ങനെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടി. ആദ്യത്തെ 1 മാസം 3 ദിവസങ്ങൾ കൂടുമ്പോൾ അവൻ കണ്ണു തുറന്ന് ചുറ്റും നോക്കിക്കണ്ട്, പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പൂജകളൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും കായ്ക്കനികളൊക്കെ കിട്ടിയാൽ ഭക്ഷിക്കും. അങ്ങനെയായിരുന്നു. 2-ാം മാസത്തിലോ 6 ദിവസങ്ങൾ കൂടുമ്പോഴാണ് ഏതെങ്കിലുമൊക്കെ പച്ചിലകൾ മാത്രം കഴിക്കും. 3-ാം മാസത്തിലോ 12 ദിവസങ്ങൾ കൂടുമ്പോഴാണ് അല്പം ജലം മാത്രം പാനം ചെയ്തു വന്നു. 4-ാം മാസത്തിലായപ്പോഴോ വായു മാത്രം ഭക്ഷിക്കുക. 5-ാം മാസത്തിലെ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി സർവ പ്രാണങ്ങളും സമസ്ത വായുക്കളും തന്നിൽ തന്നെ പ്രണവത്തിലൊതുക്കി ശ്രീനാരായണ മൂലമന്ത്രം ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ ആത്മയോഗത്തിലെ നിർലീനനായി അവൻ തപസ് തുടർന്നു. എന്താ ഈ നാരായണ മൂലമന്ത്രം എന്നറിയോ?
നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ആര് ചെല്ലണം, ധ്രുവൻ മാത്രമല്ല നമ്മളൊക്കെ ചെല്ലണത് നല്ലതാണ് കേട്ടോ. ഓം നമോ നാരായണായ. അതൊരു ദിവസത്തിൽ എത്ര തവണ ചൊല്ലണോ അത്രയും നല്ലതാണ്. എന്താ ചൊല്ലുക? ഓം നമോ നാരായണായ. എൻ്റെ കൂടെ ചൊല്ലിക്കോളൂ. ഓം നമോ നാരായണായ. അങ്ങനെ ചൊല്ലിയിട്ടാണ് ഈ 5 വയസ്സുള്ള ഈ കുട്ടി ഇത്രയും ഗംഭീരമായിട്ട് തപസ് ചെയ്തത്. അങ്ങനെ സർവ മൃഗ സഞ്ചയാദി പ്രാണവർഗങ്ങളും വാനവരും വീർപ്പ് മുട്ടി വിഷമിക്കുകയാണ്. എങ്ങനെയാണ്? ഈ കുട്ടിയുടെ കഠിനമായ ഈ തപസ് കാരണം ലോകവാസികൾക്കും പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും വീർപ്പ് മുട്ടാൻ തുടങ്ങി. അത് അത്ഭുതം തന്നെയാണ്. അങ്ങനെ ബ്രഹ്മദേവനും പരമശിവനും വൈകുണ്ഠത്തിലെത്തി. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് അനന്തശായി, ആരാ അനന്തശായി? വിഷ്ണു ഭഗവാനോട്, അനന്തൻ്റെ മുകളിൽ ശയിക്കുന്നവൻ ആരോ അവൻ, അതാണ് വിഷ്ണു ഭഗവാൻ, അദ്ദേഹത്തോട് അപേക്ഷിച്ചു. അപ്പോൾ വളരെ ചിരിച്ച മുഖത്തോടുകൂടി മന്ദസ്മിത വദനനായിട്ട് മധുസൂദനൻ, ആരാത്? വിഷ്ണു ഭഗവാൻ അരുളി ചെയ്തു, ഉത്താനപാദപുത്രനായിട്ടുള്ള ധ്രുവൻ സർവപ്രാണങ്ങളെയും ആത്മാവിൽ അടക്കിക്കൊണ്ട് തപസ് ചെയ്യുന്നത് മൂലമാണ് ഈ വായുസ്തംഭനം. അതെല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. എന്തായാലും അവനെ ഞാൻ വരം കൊടുക്കാം, അവൻ്റെ അടുത്തേക്ക് പോവാണ്, ഞാൻ പുറപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ ഭഗവാൻ ഈ ഗരുഡൻ്റെ മുകളിൽ ഗരുഡാരൂഢനായിട്ടാണ് അദ്ദേഹം ധ്രുവൻ്റെ സന്നിധിയിൽ വന്നത്. അപ്പോഴും ആ ബാലൻ ധ്യാനത്തിൽ തന്നെയാണ്. കരുണാവാരിധിയായിട്ടുള്ള വിഷ്ണു ഭഗവാൻ വാത്സല്യപൂർവ്വം ധ്രുവൻ്റെ നെറുകയിൽ കൈ ഇങ്ങനെ തൃക്കരങ്ങനെ വെച്ചു. എന്നിട്ട് തടവിക്കൊണ്ട് മധുരമായിട്ട് ചോദിച്ചു, വത്സ കുമാര, കണ്ണു തുറക്കൂ, നീ അന്വേഷിച്ച നാരായണൻ ഇതാ നിൻ്റെ മുന്നിൽ വന്ന് നിൽക്കണു, കുഞ്ഞെ കണ്ണു തുറക്കൂ. പെട്ടെന്നുണ്ടായിട്ടുള്ള ആ പ്രചോദനത്തിൻ്റെ ഫലമായിട്ട് ധ്രുവൻ സമാധിയിൽ നിന്ന് ഞെട്ടി ഉണർന്നു. കണ്ണുകളിങ്ങനെ മിഴിച്ചു നോക്കുകയാണ്. അപ്പം എന്താ കാണുന്നത്? ശംഖ്, ചക്ര, ഗദ, പത്മങ്ങൾ ധരിച്ച 4 തൃക്കൈകളോടും നവരത്ന, അതായത് വളരെ വില കൂടിയ രത്നങ്ങളൊക്കെ ഇങ്ങനെ പതിപ്പിച്ചിട്ടുള്ള പൊൻകിരീടമൊക്കെ വെച്ച് ശ്രീവത്സമുള്ള ആ വക്ഷസ്, ആ മാറിടത്തിൽ ഇങ്ങനെ വളരെ വിഭൂഷണങ്ങളോടും മാലകൾ, വളരെ കൗസ്തുഭഹാരം, അതൊക്കെ മഞ്ഞ പട്ടുടുത്തിട്ടുള്ള ആദ്യം നമ്മളിങ്ങനെ കാണില്ലേ ഭഗവാന്റെ രൂപം, അങ്ങനെ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ കാണുകയാണ്. നല്ല ശ്യാമവർണ്ണാണ്, മേഘശ്യാമ വർണ്ണത്തോട് കൂടിയിട്ടുള്ള സാക്ഷാൽ വിഷ്ണു ഭഗവാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരുണ്യം വഴിഞ്ഞൊഴുകുകയാണ് ആ മുഖത്ത്, ആ നോട്ടത്തിൽ, ആ കടാക്ഷത്തിൽ. അങ്ങനെ അവൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുക. ധ്രുവൻ ചാടി എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ പാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു. എന്നിട്ട് അവങ്ങനെ തിരുനാമങ്ങൾ പാടിക്കൊണ്ട് ഇങ്ങനെ വാഴ്ത്തി സ്തുതിച്ചു. അപ്പോൾ ഭഗവാൻ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, മോനെ ധ്രുവ, നിൻ്റെ അച്ഛൻ്റെ മടിയിലിരിക്കാൻ നീ അർഹനല്ലെങ്കിൽ ഈ ലോകരക്ഷകനായി എൻ്റെ മടിയിൽ നിന്നെ ഇരുത്താലോ, ഞാൻ താലോലിക്കാൻ നിന്നെ വരാൻ പറയാണ്. നീ വിഷമിക്കേണ്ട, ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഉന്നത സ്ഥാനത്തിൽ സർവർക്കും പൂജ്യനായ നിലയിൽ സർവർക്കും ബഹുമാനിക്കത്തക്ക വിധത്തിൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. നിനക്ക് എന്ത് വരാണ് വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. എന്ത് വേണമെങ്കിലും സന്തോഷപൂർവ്വം ഞാനത് നൽകാം. സുരുചിയുടെ വയറ്റിൽ പിറക്കാതെ നിനക്ക് ഉത്താനപാദൻ്റെ പുത്രസ്ഥാനമോ രാജ്യത്വമോ സിദ്ധിക്കയില്ല എന്ന് അവൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോനെ വത്സ, ധ്രുവകുമാര, 26,000 സംവത്സരം ലോക സാമ്രാട്ടായി ഏതൊരു സിംഹാസനത്തിൽ തൊടാൻ നിനക്ക് അർഹതയില്ലാതായോ ആ സിംഹാസനത്തിൽ തന്നെ ഇരുന്ന് രാജ്യം ഭരിക്കാൻ നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ ധ്രുവൻ തൊഴുതുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, എൻ്റെ അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്ന് എൻ്റെ മോഹം തീർത്തതിന് ശേഷം എന്നും ഭഗവത് ഭക്തനായിട്ട് അങ്ങയുടെ കഴൽ മലരുകൾ, അതായത് കാലുകൾ
അവിടെ പൂജിച്ച് ആരാധിക്കുവാൻ ഉള്ള അനുഗ്രഹം മാത്രം എനിക്ക് മതി. അടിയനത് മതി. ഈ നശ്വരമായിട്ടുള്ള, അതായത് നശിക്കുന്ന രാജ്യത്വമോ ഐശ്വര്യമോ ഒന്നും അടിയന് വേണ്ട. എന്താ കുട്ടി പറഞ്ഞത്? എനിക്ക് അച്ഛൻ്റെ മടിയിൽ ഇരിക്കുകയും വേണം, അത് കഴിഞ്ഞിട്ട് അങ്ങയുടെ ഭക്തനായാൽ മാത്രം മതി പറയാണ്. അങ്ങനെ വിഷ്ണു പറയാണ്, ശരി. മഹാവിഷ്ണു എന്താ പറഞ്ഞത്? ശരി, നിൻ്റെ ആഗ്രഹം അനുസരിച്ച് ഉള്ള വരം നിനക്ക് ഞാൻ തരികയാണ്. അങ്ങനെ പിന്നീട് അതിന് ശേഷം ഒരുപാട് വർഷം നീയെ എൻ്റെ ഏറ്റവും വലിയ ഭക്തനായി, ഒരു വലിയ രാജരാജേന്ദ്രനായി, ലോക അവസാനം വരെ സർവർക്കും കാണത്തക്ക വിധം അതിനുശേഷം ഒരു നശിക്കാത്ത നക്ഷത്രമായി ആകാശത്തിൻ്റെ ഉത്തരഭാഗത്ത് എന്നെന്നും വിളങ്ങി വിരാജിക്കാൻ വേണ്ടി അനുഗ്രഹിക്കുകയാണ്. നിൻ്റെ പേരിലാണ് ആ നക്ഷത്രം അറിയപ്പെടുക എന്നാണ് പറഞ്ഞത്. അത് ഏതാ നക്ഷത്രം അറിയോ? മക്കൾക്കറിയോ? അതാണ് ധ്രുവ നക്ഷത്രം. നമുക്ക് ഇപ്പോഴും നോക്കിയാൽ കാണാം ധ്രുവ നക്ഷത്രം ആകാശത്തിലുള്ളത്. ഇടയ്ക്കൊന്ന് നോക്കൂ കേട്ടോ. അതിന് ശേഷം എപ്പോഴെങ്കിലും നശിക്കുകയാണെങ്കിൽ എൻ്റെ പാദത്തിൽ, മഹാവിഷ്ണുവിൻ്റെ പാദത്തിൽ വന്ന് ലയിച്ചു കൊള്ളുക. അങ്ങനെ ഇത്രയും ശ്രേഷ്ഠമായൊരു വരം ആർക്കെങ്കിലും കിട്ടുമോ? അതാണ് ആർക്ക് കിട്ടിയത്? ധ്രുവൻ എന്ന കുഞ്ഞിന് കിട്ടിയതാണ്. അങ്ങനെ വരം കിട്ടിയപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി വിഷ്ണു ഭഗവാൻ അന്തർധാനം ചെയ്തതിന് ശേഷം ധ്രുവൻ തിരിച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു, രാജധാനിയിലെത്തി. അപ്പോഴേക്കും മകൻ പോയ ദുഃഖത്തിൽ മനസ്സൊക്കെ മാറി ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അമ്മയെ പോയി കണ്ടു. അമ്മയും വിഷമിച്ചിരിക്കുകയായിരിക്കുമല്ലോ. അമ്മയെ കണ്ടു, അമ്മയുടെ അനുഗ്രഹങ്ങൾ വാങ്ങി നേരെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. മകനോട് കാണിച്ച ക്രൂരതയിൽ വളരെ ദുഃഖനിമഗ്നനായിട്ടിരിക്കണ ഉത്താനപാദൻ കുഞ്ഞിനെ കണ്ട് ഭയങ്കര സന്തോഷമായി. അവരൊക്കെ ഈ കുഞ്ഞ് മരിച്ചു പോയെന്നായിരിക്കുമല്ലോ വിചാരിച്ചിരിക്കുക. അവനെ വാരിയെടുത്ത് പുണർന്ന് ഉമ്മ വെച്ച് മടിയിലിരുത്തി. അങ്ങനെ ആ മകൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആരാ നടത്തിയത്? വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്താലാണ് എല്ലാവരുടെ മനസ്സും മാറി. അങ്ങനെ ധ്രുവനെ സംതൃപ്തിയായി, അവൻ്റെ ആഗ്രഹം സാധിച്ചു. അപ്പോൾ അങ്ങനെ ആ ഉത്തമ കുമാരൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവൻ്റെ അനുജനെയും ചേർത്ത് പിടിച്ചു. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഇളയമ്മയായ സുരുചിയെയും എല്ലാവരെയും അവൻ ഭക്തിപൂർവ്വം ചെന്ന് കണ്ട് വന്ദിച്ച്. സുരുചിക്കൊക്കെ വളരെ പശ്ചാത്താപമാണ്. പിന്നീട് എല്ലാവരും കൂടി വളരെ സന്തോഷമായിട്ട് ഒരുപാട് കാലം ജീവിച്ചു. പിന്നീട് വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം പോലെ എല്ലാം സംഭവിക്കും അല്ലേ? ഇതാണ് ധ്രുവൻ പിന്നീടും ഉണ്ട്. ധ്രുവൻ്റെ ചരിത്രം പിന്നീടും ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തുണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഞാനിവിടെ വിവരിച്ചു എന്ന് മാത്രം. മനസ്സിലായോ? ശരി.